ആലുവ മൂഴിക്കുളത്ത് 3.5 വയസ്സുകാരിയെ സ്വന്തം അമ്മ കൊലപ്പെടുത്തിയ സംഭവം പലരുടെയും മനസ്സിനെ വല്ലാതെ നോവിച്ചതാണ്. നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ ഒരമ്മയ്ക്ക് എങ്ങനെ കൊലപ്പെടുത്താൻ കഴിയും? കല്യാണിയെ അമ്മ സന്ധ്യ ചാലക്കുടി പുഴയിലെറിഞ്ഞ് കൊന്നത് ആസൂത്രണം ചെയ്തെന്ന നിഗമനത്തിലാണ് പോലീസ്. മകളെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സന്ധ്യ അങ്കണവാടിയിൽ നിന്ന് കുട്ടിയെ കൂട്ടി വന്നതെന്നും ആദ്യം പെരിയാറിൽ തന്നെയാണ് ലക്ഷ്യമിട്ടതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. അതേസമയം സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് ഭർത്താവ് സുഭാഷ് പറഞ്ഞു. മകളെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സന്ധ്യ അങ്കണവാടിയിലേക്ക് ചെല്ലുന്നത്. ഈ സമയം കുഞ്ഞു ഭക്ഷണം കഴിക്കുകയായിരുന്നു. കഴിച്ചു തീരുന്നതുവരെ അങ്കണവാടിയിൽ കാത്തുനിന്നു. ശേഷം കുഞ്ഞുമായി പോകുകയായിരുന്നു. സാധാരണ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പോവാറ്. എന്നാൽ അവർ അന്ന് തിരുവാങ്കുളത്തേക്ക് ബസ് കയറി. തിരുവാങ്കുളത്ത് ബസ് ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ആദ്യം ലഭിച്ചത്. പിന്നീടാണ് ആലുവ ഭാഗത്തേക്ക് പോകുന്നത്. ആലുവ മണപ്പുറം ഭാഗത്തെത്തി കുഞ്ഞുമായി നിൽക്കുന്നത് കണ്ട സമീപത്തെ ഓട്ടോക്കാർ വിവരങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് അവിടെ നിന്നും പോന്നു. ആലുവയിൽ നിന്ന് മാളയിലേക്കുള്ള സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തത് ബസ് കണ്ടക്ടർ ജിഷ്ണു ബാബു സ്ഥിരീകരിച്ചിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 6:30 പറവൂർ കവലയിൽ നിന്നാണ് ഈ സ്ത്രീ കുട്ടിയുമായി ബസ്സിൽ കയറിയത്. ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കുട്ടിയുമായി കയറിയതുകൊണ്ട് ഫുട്ബോർഡിന് തൊട്ടടുത്തുള്ള സീറ്റിലിരുന്ന മറ്റൊരാളെ എഴുന്നേൽപ്പിച്ചാണ് ഇവർക്ക് സീറ്റ് നൽകിയത്. മൂഴിക്കുളം എത്തിയ ശേഷം പാലത്തിലെ വിജനമായ സ്ഥലത്തെത്തി കുഞ്ഞിനെ പുഴയിലേക്ക് എറിയുകയായിരുന്നു. തുടർന്ന് സന്ധ്യ സ്വന്തം വീട്ടിലേക്ക് യാതൊരു കൂസലുമില്ലാതെ പോയി. വീട്ടിലെത്തിയപ്പോൾ കുട്ടിയെ ബസ്സിൽ വെച്ച് കാണാതായി എന്ന് പറഞ്ഞ സന്ധ്യ പല പ്രാവശ്യം മൊഴി മാറ്റി പോലീസിനെയും കുഴക്കി. സന്ധ്യ കുട്ടിയെ അപകടപ്പെടുത്തിയിരിക്കാമെന്ന് ഊഹിച്ച പോലീസ് പലയിടത്തും കുട്ടിയെ തിരഞ്ഞു. രാത്രി 8 മണിയോടെ സ്റ്റേഷനിലെത്തിച്ച സന്ധ്യയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് ഇട്ടുവെന്ന് സമ്മതിച്ചത്. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഭർത്താവ് സുഭാഷ് പറഞ്ഞു. നേരത്തെ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അവർക്ക് ഇങ്ങനെ വല്ല കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ഞാൻ തന്നെ അവരോട് ചോദിച്ചേക്കണം. അപ്പൊ അവർ പറഞ്ഞു അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു 1.5 മാസം മുമ്പ് എൻ്റെ അടുത്ത് വീണ്ടും കൊണ്ടുപോയാക്കിയത്. 1 മാസത്തോളം അവളെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ലിറ്റിൽ ഫ്ലവറിൽ ആഴ്ചയിൽ പോയി അവിടെ ഇത് ചെയ്യുകയും ചെയ്തതാ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ ചേച്ചി അമ്മയും കൂടെയാണ് എൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്നാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട സുഭാഷിന്റെയും വീട്ടുകാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊഴികൾ പരിശോധിച്ച ശേഷം സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകും. News 18 കൊച്ചി.